ഈ ഹണി റോസിനെ കുറിച്ച് തന്നെ ഈ ബോച്ച മാത്രമല്ല ഇത്തരത്തിൽ കമന്റ് പറയുന്നതും എഴുതുന്നതുമൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ ഹണി റോസിനെ കുറിച്ച് സമൂഹത്തിലുള്ള ആയിരക്കണക്കിന് ആളുകൾ കമന്റ് എഴുതുകയും മോശമായി ചിത്രീകരിക്കുകയും തനിക്ക് സോഷ്യൽ മീഡിയയിൽ വർഷങ്ങളായി ഇത്തരത്തിൽ ഹരാസ്മെന്റ് നേരിടേണ്ടി വരുന്നെന്ന് പരസ്യമായി ഹണി റോസ് തന്നെ പറഞ്ഞതുമാണ്. എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്കൊന്നും നേരിടാത്ത ഒരു ഹരാസ്മെന്റ്, ഒരു മ്ലേച്ഛമായ വാക്കുകൾ ഈ ഹണി റോസ് കേൾക്കേണ്ടി വരുന്നത് എന്നുള്ളിടത്താണ് ഹണി റോസിന്റെ കുറ്റം വ്യക്തമാകുന്നത്. അതായത് നമ്മുടെ കേരളത്തിലെ സമൂഹത്തിന് നിരക്കാത്ത രീതിയിൽ, നമ്മുടെ കേരളത്തിലെ സമൂഹത്തിന്റെ സംസ്കാരത്തിന് ഒട്ടും യോജിക്കാത്ത രീതിയിൽ ശരീര പ്രദർശനം നടത്തി അതിനെ മാർക്കറ്റ് ചെയ്യുന്ന ഒരു തന്ത്രമായിരുന്നു ഈ ഹണി റോസ് ഇത്രകാലം ചെയ്തുകൊണ്ടിരുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാവുന്നതാണ്. ഒരുപക്ഷെ അതിനെ ഞാൻ വേറൊരു രീതിയിൽ കുറ്റപ്പെടുത്തുകയല്ല, അത് അവളുടെ അവകാശമാണ്. ഈ ഇന്ത്യൻ ഭരണഘടന അവൾക്ക് വകവെച്ചു കൊടുക്കുന്ന ഇവിടുത്തെ നിയമത്തിന് ഉള്ളിൽ നിന്നുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവൾ ഈ ഡ്രസ്സ് ധരിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഹണി റോസ് വരുന്നിടത്ത് യുവാക്കളെ അടിച്ചു കൂട്ടുവാനും ഹണി റോസിനെ തേടി ഇവിടുത്തെ കേരളത്തിലെ യുവജനങ്ങൾ ഈ ഉദ്ഘാടന വേദികളിലും മറ്റുമൊക്കെ അടിച്ചു കയറി പോകുന്നതുമൊക്കെയും അവളുടെ ഈ ഡ്രസ്സിങ്ങിലെ വൈവിധ്യമാണെന്നും നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് തെന്നിമാറിക്കൊണ്ട് കേരള ജനത ഇന്നേ വരെ കാണാത്ത രീതിയിൽ ഗ്ലാമറസ് ആയ വസ്ത്രധാരണയിലൂടെ തൻ്റെ ശരീരത്തെ പ്രദർശിപ്പിക്കുന്നതിലൂടെ അത് കാണുവാൻ വരുന്ന ഒരു ജനലക്ഷങ്ങളാണ് ഇവളുടെ വേദികളിൽ ആഞ്ഞടിച്ചു വരുന്നതെന്നും നമുക്ക് പറയാതെ വയ്യ. ഈ ഒരു കാരണം കൊണ്ടാണ് ജനങ്ങൾക്ക് മുന്നിൽ തൻ്റെ ശരീരം ഒരു പ്രത്യേക രീതിയിൽ പ്രദർശിപ്പിക്കുകയും എന്നിട്ട് അതിനെ ആരെങ്കിലും കുറ്റം പറയുകയും ചെയ്യുമ്പോൾ അത് ആ ഒരു രീതിയിൽ എടുക്കുന്നതിന് പകരം കേസ് കൊടുക്കുകയും മറ്റുമൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തത് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത്തരത്തിൽ ഒരാൾ പ്രദർശിപ്പിച്ച് കഴിഞ്ഞാൽ പോലും പരസ്യമായി ഇത്തരത്തിൽ മോശമായി പറയുന്നത് അതും ഒരു രീതിയിൽ മോശമാണ്. കാരണം ഇത്തരത്തിൽ പ്രദർശിപ്പിക്കാത്തവർക്കെതിരെയും ആർക്കെതിരെയും എന്തും പറയാമെന്ന സമൂഹത്തിൽ ഒരു നിലപാടുണ്ടാവുന്നതിനെ അത് സഹായിച്ചേക്കും. അതുകൊണ്ട് അത്തരത്തിൽ ഒരിക്കലും പറയാൻ പാടില്ല. പക്ഷേ ഇത്തരത്തിൽ ഡ്രസ്സ് ഇട്ടുകൊണ്ട് സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ ഈ രീതിയിൽ സമൂഹത്തിൽ നടക്കുന്ന ഒരു വ്യക്തി, അതാണായാലും പെണ്ണായാലും, ഇത്തരത്തിലുള്ള കമന്റുകൾ വരാൻ സാധ്യതയുണ്ടെന്നും അതിനെ നേരിടുവാൻ മാനസികമായും ശാരീരികമായും തയ്യാറായിക്കൊണ്ടും വേണമായിരുന്നു എന്നുള്ളത് ഇതിൻ്റെ പ്രാഥമികമായ ഒരു വിഷയമാണ്.